എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹണി റോസ് ബോച്ചെ വിഷയം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ പലരും രംഗത്ത് വന്നിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ബോച്ചയുടെ ഫാൻസ് മാത്രമല്ല, സാധാരണപ്പെട്ട നാട്ടുകാർ പോലും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ബോച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്ന് കരുതി ബോച്ചയുടെ ഡബിൾ മീനിങ്ങിനോട് ആരും സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതുകൂടി ഈ ഒരു അവസരത്തിൽ എടുത്തു പറയാതെ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കരുതും അതും ഒരു നല്ല കാര്യം തന്നെയാണോ എന്ന് ചോദിക്കും. അല്ല, അതൊരിക്കലും നല്ല കാര്യമല്ല. ഒരു സ്ത്രീകളോട്, അയാൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളോടൊന്നില്ല, എന്തിനു കൂടുതൽ പറയുന്ന ഒരു മുട്ടയോടായാലും പഴംപൊരിയോടായാലും എന്തിനോടായാലും അയാൾ അങ്ങനെയേ സംസാരിക്കുള്ളൂ. കാരണം അങ്ങനെ സംസാരിച്ച് ശീലിച്ചു പോയി എന്ന് കരുതിയിട്ട് ശീലങ്ങളൊക്കെ മാറ്റാതെ പറ്റില്ലല്ലോ. അതേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് നല്ല മിടുക്കനായിട്ടാണ് കിടക്കുന്നത്. അവിടെയുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ഡബിൾ മീനിങ് ഒന്നും ഇല്ലാതെയാണ് പുള്ളിക്കാരൻ അവിടെ കിടക്കുന്നത് എന്നൊക്കെയാണ് മറ്റുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഈ പുള്ളിക്കാരത്തിയുടെ വസ്ത്രധാരണത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വസ്ത്രധാരണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാനതിൽ 1% പോലും യോജിക്കുന്നില്ല ഇവരുടെ വസ്ത്രധാരണ രീതിയെ പറ്റിയിട്ട്. ഇപ്പോൾ കോടതിയിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. രഹസ്യമൊഴി എടുക്കാനായിട്ട് വന്നിട്ടുള്ള സമയത്ത് വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കറിയാം എവിടെ പോകുമ്പോൾ ഏത് തരം വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. അതേസമയം ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, പക്ഷേ അവർ പറയുന്നത് വളരെ മാന്യമായ വസ്ത്രം എന്നാണ്. പക്ഷേ എന്നാൽ പല ഉദ്ഘാടന വേദികളിലും ഇവർ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചും വരാറുണ്ട്. അങ്ങനെയും കണ്ടിട്ടുണ്ട്, കാണാതെയൊന്നും ഇരുന്നിട്ടില്ല. അതായത് ബോച്ചെ കുന്തിദേവി എന്ന് പരാമർശിക്കുന്ന ആ ഒരു ഉദ്ഘാടന വേദിയിൽ വന്ന ആ ഒരു കാവി കളറിലുള്ള ഷർട്ടും ഡ്രസ്സും അത് വളരെ നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. തലമുടിയൊക്കെ മണ്ടയിൽ പിടിച്ചിങ്ങനെ ഒരു കുടുമി പോലെ വച്ച് കെട്ടി വെച്ചിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു വസ്ത്രത്തിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ബോച്ചയ്ക്കൊപ്പം തന്നെ പിന്നീട് വേറൊരു ഉദ്ഘാടന സമയത്ത് നിന്നപ്പോഴുണ്ടായിരുന്ന ഒരു ഒരു ചുമന്ന കളറിലുള്ള ഒരു ബനിയനും പാൻറ്റും അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നീട് ഒരു നീല കളറിലുള്ള ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഓവറായിരുന്നു. ആ ഷർട്ടിൻ്റെ കാര്യം ഓക്കെ, പക്ഷേ ആ പാൻറ്റിൻ്റെ ഭാഗം വന്നപ്പോൾ വളരെ ബോറായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉറയ്ക്കകത്ത് ഇറങ്ങി നിന്നതുപോലെയാണ് കണ്ടാൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് മനുഷ്യൻ്റെ ശരീരമാണ് നമ്മുടെ ശരീരം. ഇപ്പോൾ എൻ്റെ ശരീരം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഓരോരുത്തരുടെയും ശരീരഭാഗങ്ങളുടെ വൃത്തികേടുകളും വൃത്തികേടല്ലാത്തതൊക്കെ കാണുമ്പോൾ തന്നെ അവരവർക്ക് തന്നെ അറിയാമല്ലോ, അവരവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ലേ. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരെവിടെയെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകാനായിട്ട് ഒരുങ്ങി കഴിയുമ്പോൾ വീണ്ടും കണ്ണാടിയിലൊക്കെ നോക്കി അവർക്കത് കംഫർട്ടാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ പോവാറുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇവർ കോടതിയിലൊക്കെ പോയപ്പോൾ ഇവർ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഇവർക്ക് പോകാൻ അറിയാമായിരുന്നല്ലോ. അപ്പോൾ മറ്റൊന്നുമല്ല, സ്വന്തം ശരീരത്തെ അതായത് പൂമ്പൊടി കാണിച്ച് പൂമ്പാറ്റകളെ അടുപ്പിക്കുന്ന ആ ഒരു സൂത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ഇവർക്ക് എന്താ വന്നാൽ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ മാന്യതയില്ലാത്ത വസ്ത്രം ധരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് ഒരു ഷോർട്സ് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. അതിനകത്ത് വോയിസ് ഒന്നും ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആൻഡ് സ്ട്രൈക്ക് ഒക്കെ കാര്യമായിട്ട് വരും. ഇവരെ പോലെയല്ലേ ബാക്കിയുള്ള നായികമാർ? ഈ പറയുന്ന മഞ്ജു വാര്യറായാലും നവ്യ നായരായാലും അതുപോലെ എത്ര 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 നടിമാർ ഉദ്ഘാടനങ്ങളിലും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. അവരെ ആരും ഇച്ചിപ്പോയെന്ന് പറയുന്നില്ല, അവർക്കെതിരെ ഒരു ബാഡ് കമൻറ്റ് വരുന്നില്ല. കാര്യം എന്താണ്? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടോ കൂടുതൽ കൊണ്ടോ ആയിരിക്കും നമ്മളെപ്പറ്റി എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന്. കൂടുതലായിട്ടും ശരീരം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നന്നായിട്ട് ബൾജ് ചെയ്ത് വെച്ചിട്ടൊക്കെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ധരിക്കുമ്പോൾ അത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പലരും ചിലപ്പോൾ കമൻറ്റ് ചെയ്തെന്നിരിക്കും. ഇപ്പോൾ ബോച്ചെ പറഞ്ഞതിനോട് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ കമൻ്റ് ഇടുന്നവർക്കെതിരെ കേസെടുത്തു എന്നുള്ളത് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആരായാലും ബാഡായിട്ട് തന്നെ കമൻ്റ് ഇട്ടിരിക്കും. അതിനെതിരെയൊക്കെ ഇപ്പോൾ കേസിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ ഉണ്ടാവുള്ളൂ നേരം.
എന്നാൽ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എത്രയോ വലിയ വലിയ കേസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മുടെ കേരള പോലീസിന് ഇതുപോലെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും കമൻ്റ് ഇടുന്ന ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നടക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും പോലീസ് ഇതുപോലെയൊക്കെ ഇടപെട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഒരു വീഡിയോയുടെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അവരുടെ മോശം വസ്ത്രധാരണ മാധ്യമം അവർ മാറ്റണം. ഇവരെ പോലുള്ളവരെ കേസ് എടുത്ത് ജയിലിലടയ്ക്കാം. ഒരു മാറ്റമില്ല. ബെഡ്റൂമിലിടേണ്ടത് ബെഡ്റൂമിലിടണം. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം വീട്ടിലിടണം. നാട്ടിലിറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. നടിയെന്നല്ലേ പറഞ്ഞോളൂ, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. ഇനി ഈ പൊന്നുമോൾക്കിന് ഉദ്ഘാടനം പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് പറ്റിയത് ഹണി ട്രാപ്പ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. കാരണം ഒരു ഹണിയാണല്ലോ ഹണി ട്രാപ്പ് നടത്തിയിരിക്കുന്നത്. 3 പോയിന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ്. ചെവിക്കനെ അഞ്ച് പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം. അത് പെമ്പിള്ളേർ തന്നെ ഇറങ്ങണമെന്നാണ് എന്റെ നാണവും മാനവും വേണ്ടേ. ഈ സ്ത്രീകളോട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. ഇന്നത്തെ പുതുതലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം. കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പൊന്നു കൂടപ്പിറപ്പേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ സ്ത്രീകൾ എങ്ങനെ ഇറങ്ങണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ടല്ലോ, നിങ്ങൾ അവരോടൊത്ത് പറയൂ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് സ്ത്രീകൾ ഇറങ്ങണം എന്ന് പറഞ്ഞില്ലേ, ഇതേ മെത്തേഡ് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെടുത്ത് നിങ്ങൾ പറയൂ. ഇതുപോലെ ഹണി റോസൊക്കെ ഉദ്ഘാടനത്തിന് വരും, അല്ലെങ്കിൽ ഇതുപോലെ മോശമായിട്ട് വസ്ത്രം ധരിച്ച് വരുന്ന ആരെ കണ്ടാലും ചെവിക്കലിന് കൊടുക്കണം എന്ന് താങ്കളുടെ വീട്ടിലുള്ളവരോട് പറയൂ. അതേ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ താങ്കളോട് പറയാനൊക്കൂ. നമ്മളൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇവരെയൊക്കെ തല്ലാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങാതെ കിടക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതുമാത്രമല്ല, ഇവിടെ കമൻ്റ് ഇടുന്നവരെ വരെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. പിന്നെയാണ് അവരെയൊക്കെ ചെന്ന് തല്ലാനായിട്ട് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ കുറേ പേരിങ്ങനെ പ്രതികരിക്കുമ്പോൾ, ഇതുപോലെ സെലിബ്രിറ്റികളുടെ ലോകം ഉണ്ടല്ലോ, അവർ മുഴുവൻ ഇവർക്കൊക്കെ സപ്പോർട്ടാണ്. ഇവരുടെ വസ്ത്രധാരണത്തിനും കാര്യത്തിനും ഒക്കെ ഫുള്ള് സപ്പോർട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? സ്വയം തോന്നണ്ടേ ഉളുപ്പ്? ശരിക്കും ഇത് അവരെയൊക്കെ പറഞ്ഞ് അവരെ ഇപ്പോൾ ഹണിയെന്നല്ല, അതുപോലെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആരെ ആയാൽ പോലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളല്ല, അവരുടെ ഫാമിലിയിലുള്ള ആളുകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്കറിയാം ഇതുപോലെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ തടിച്ചു കൂടുമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തങ്ങളുടെ ഷോറൂമിലേക്ക്, അത് എന്തിൻ്റെത് തന്നെ ആയാലും, ആളുകൾ തടിച്ചു കൂടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ വീണ്ടും വീണ്ടും വിളിക്കത്തുള്ളൂ. അതൊരു എന്താണ് പറയുന്നത്, അതൊരു ബിസിനസ് തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്ക് അതിലൊരു ചളിപ്പില്ല. അതാണ് എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇവരെ മര്യാദ ഒടിപ്പിക്കാനോ നേരെയാക്കാനോ ഒന്നും നമ്മൾ വിചാരിച്ച പറ്റില്ല. ആരെയും അങ്ങനെ തല്ലി ഒതുക്കാനൊന്നും മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിലൊന്നും നമുക്ക് കൈകടത്താനൊന്നും പറ്റില്ല. അതൊക്കെ നമുക്കിങ്ങനെ ചുമ്മാതിരുന്നിങ്ങനെ പറയാന്നേ ഉള്ളൂ, അല്ലാതെ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരു നിയമമോ എന്തെങ്കിലും വരണം, അത്രേ പറ്റൂ. അല്ലാതെ നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ വസ്ത്രം കാണണം, പട്ടി കടിച്ച് കീറി കണക്കത്തെ പാൻറ് ഇട്ടുകൊണ്ട് കിടക്കുന്ന കാണണം. എന്തൊരു ചെയ്യല അത്, എന്തൊരു വൃത്തിയും ഇല്ലാത്ത നടത്തയാണ്. ചിലതൊക്കെ സ്ക്രാച്ച് പാൻറ് എന്ന് പറയും, ചിലതൊക്കെ ഒരു ശകലമൊക്കെ കാണുള്ളൂ, അത് കുഴപ്പമില്ല, കാര്യമില്ല. പക്ഷേ ചിലതുണ്ടല്ലോ, തൊട്ട് താഴെ ഭാഗം വരെ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഓരോ നൂലുകൾ കാണും ജീൻസിൻ്റെ ഇളവി കിടക്കുന്ന. എന്ത് കഷ്ടകാലമൊന്ന് ആലോചിച്ച് നോക്കി. ഈ പിള്ളേരൊക്കെ ഇത് എങ്ങോട്ടുള്ള പോക്ക. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ മക്കളെ വിടുന്ന പാരൻസിന് വേണം അടി പൊട്ടിക്കാനെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് മോഡേൺ ആവാം, ആവശ്യത്തിന് മോഡേൺ ആവാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. എൻ്റെ മകൾ തന്നെ എടുക്കുകയാണെങ്കിൽ അവൾ ജീൻസ് ഇടും, ടോപ്പ് ഇടും, ഷോർട്ട് ടോപ്പ് ഇടും, ഷോർട്ട് പാൻ്റ് ഇടും, ഒക്കെ ചെയ്യും. പക്ഷേ അവളിടുന്ന ഡ്രസ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്. ആരും അയ്യേ എന്ന് മൂക്കിൽ കൈവച്ച് പറയില്ല. എന്നാൽ ഈ പറയുന്ന എൻ്റെ മോള് സാരി ഉടുക്കും. എന്നാൽ അവൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൂടുതലും സാരിയും ധാവണിയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചുരിദാർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് സാരി ഉടുക്കാൻ ഒന്നാമത്തെ കാര്യത്തിൽ എനിക്ക് കുറേ ഓവർ തടിയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാരി ഉടുക്കാൻ എനിക്ക് അറിയില്ല. സാരി ഉടുത്തിട്ട് എനിക്ക് നടക്കാനും അറിയില്ല. താറാവ് പോകുന്ന കണക്ക് ഇങ്ങനെ പമ്മി പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ആരെയും നമുക്ക് തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ അതിന് ഇതായിട്ടുള്ള ഒരു നിയമം വരണം, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് നിയന്ത്രിക്കണം. അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് സ്വയം തോന്നണം നാണക്കേടാണ് എന്ന് തോന്നണം. നാണം കെട്ടാലും വിഷയമില്ല, പൈസയാണ് മുഖ്യമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ.
പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സ്ത്രീകളെ പണ്ട് കാലം തൊട്ടേ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ നഗ്നതയും സ്ത്രീകളെയും വളരെ മനോഹരമാക്കി നമ്മുടെ കലാകാരന്മാർ പണ്ട് തൊട്ടേ ചിത്രങ്ങളിലൂടെയൊക്കെ വരച്ച് കാട്ടുന്നുണ്ടായിരുന്നു. സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നുണ്ട് പാട്ടുകളിലൂടെ ആയാലും. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഈ സ്ത്രീകൾ ഇതുപോലെ വസ്ത്രം ധരിച്ച് വരുന്നു, എന്നിട്ട് പറയുന്നു ഇത് അവരുടെ അവരുടെ അവകാശമാണ് എന്ന് പറയുന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ എന്ത് കഴിക്കാം, എന്ത് ധരിക്കാം എന്നൊക്കെ അവരവർക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേരെൻ്റെ ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവരോടായിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിക്കാമെന്ന് പറയുമ്പോൾ പുരുഷന്മാർ റോഡിലൂടെ, അതായത് വിദേശികളുടെ കാര്യമല്ല, നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഉദാഹരണം കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ, ഇന്ത്യ മൊത്തത്തിലുള്ള കാര്യം വിട്ടേക്ക്, കേരളത്തിലെന്ന് വെച്ചോ. പുരുഷന്മാർ അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതവരുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യം അവന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവൻ അതുകൊണ്ട് ഇറുകി പിടിച്ച അണ്ടർവെയറും ധരിച്ചുകൊണ്ട് നടന്നോട്ടെ എന്ന് ആരെങ്കിലും ധരിക്കുമോ? നിങ്ങൾ ഓർത്തു നോക്കൂ. അപ്പോഴേ കേസാവും, ഉറപ്പാണ്. ഏതെങ്കിലും സ്ത്രീ ഉടനെ വേണമെങ്കിൽ പറയും, അവൻ ഈ വസ്ത്രം ഇട്ടുകൊണ്ട്, ഈ ഇറുകിയ വസ്ത്രം ഇട്ടുകൊണ്ട് എൻ്റെ നേർക്ക് കുറേ നേരം ഇങ്ങനെ എന്നെ നോക്കി നിന്നു എന്ന് പറയും. അപ്പം തന്നെ പുള്ളിക്കാരന് കേസുകൾ പോസ്കോ സഹിതം തലയിൽ വെച്ച് കെട്ടി അങ്ങേരെ എടുത്തുകൊണ്ട് പോവും, അതാരെയായാലും. അപ്പോൾ ഏത് വസ്ത്രം ധരിക്കാം എന്നുള്ളൊരിത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേക്കുറിച്ച് കൂടുതൽ ഇനി മനസ്സിലാക്കണമെങ്കിൽ കുറേ ആളുകൾ അതുപോലെ രംഗത്ത് വരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ കേസ് എടുക്കുമോ ഇല്ലയോ എന്ന്. ഞാനീ പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ വെറുതെ ജോക്കായിട്ട് പറഞ്ഞതാണേ. ഇതിൽ മറ്റാരും സീരിയസ് ആക്കിയൊന്നും എടുത്തു കളയല്. ആരും ഉത്തര പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും അണ്ടർവെയറും ധരിച്ചിട്ട് റോഡ് വാരം ഓടാനും നടക്കാനും ഒന്നും നിൽക്കരുത്. ഒന്നുകിൽ നിങ്ങളെ പ്രാന്താശുപത്രി കൊണ്ടിടും, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൻ്റെ ഉള്ളിൽ പോയി ചൂരലിന് നല്ല അടി മേടിച്ച് കെട്ടേണ്ടി വരും. അതുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാം. ഞാൻ വളരെ ഫണ്ണായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഫണ്ണായിട്ട് പറയുമ്പോഴും അതിലൊരു സീരിയസ്നെസ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കൂ. ഒരു പുരുഷൻ അണ്ടർവെയർ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കാണുന്ന സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അവർ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും, കേസാവും, പ്രശ്നമാവും. അതേസമയം ഒരു സ്ത്രീ ഏതറ്റം വരെ കോണകമെടുത്ത് നടന്നു കഴിഞ്ഞാലും അവൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു കൈലേസ് എടുത്ത് ഉടുത്തുകൊണ്ട് മറച്ച് ഗമ്മിട്ട് ഒട്ടിച്ച് നടന്നാലും പറയും അത് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവൾക്കുണ്ട്, ഇത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയാണെന്ന് കുറേ ആളുകൾ പറയും. പക്ഷേ പുരുഷൻ്റെ സ്ഥാനത്ത് വരുമ്പോഴത്തേക്ക് നോ, അതിനൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഉറക്കം വരുന്നു, എൻ്റെ കണ്ണുകൾ കണ്ടില്ലേ, സമയം ഇപ്പോൾ 1:15 അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വീഡിയോ ഒക്കെ 1 മണി വരെയാണ് നമ്മുടെ സമയം. ഇന്നിപ്പോൾ അതിനേക്കാളും സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ വീഡിയോ എല്ലാം നിർത്തുകയാണ്. അപ്പോൾ ഇനി നാളെ നല്ല അടിപൊളി വീഡിയോകളായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ, ബൈ.